എല്ലാവർക്കും ചിങ്ങമാസം 5-ാം തീയതിക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ രാശിഫലത്തിന് മുമ്പായി നമ്മുടെ ആരോഗ്യപരമായ ചില കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. നമ്മളെല്ലാം തിരക്കേറിയ ജീവിതത്തിൽ ഓടിപ്പാഞ്ഞ് നടക്കുന്നവരാണ്. ആരും തന്നെ സ്വസ്ഥചിത്തരായി ഒരിടത്തും ഇരിക്കുന്നില്ല. നമ്മളെല്ലാവരും ആ കാലത്തിനനുസരിച്ച് ഓരോ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ മാറിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കുറച്ച് വേഗത കൂടിയ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ മറന്നു പോകുന്നു. അതുകൊണ്ട് നമ്മൾ നമ്മളെയും കൂടി ഒന്ന് സ്നേഹിക്കുക. നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനമായ ഒരു തത്വം. ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ എല്ലാ സന്തോഷവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കൂ. ആരോഗ്യം സൂക്ഷിക്കാൻ വലിയ പാടൊന്നുമില്ല. നിങ്ങൾ അതിരാവിലെ ഉണരുകയും നമ്മുടെ വേദിക് രീതിയിലുള്ള യോഗാ പരിശീലനം, അതിനൊന്നും സമയം കിട്ടിയില്ലെങ്കിൽ പ്രാണായാമമെങ്കിലും ചെയ്ത്, പ്രാണായാമം എന്ന് പറയുന്ന ആ യോഗയെങ്കിലും പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കണം. അതേപോലെ ആഹാര കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഈ വ്യാഴാഴ്ചയുടെ പ്രത്യേകത, വ്യാഴാഴ്ച എല്ലാ ദിവസവും എല്ലാവർക്കും, എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും വ്യാഴാഴ്ച ദിവസം എല്ലാവർക്കും ഒരു ഉത്സാഹമുള്ള ദിവസമാണ്. വ്യാഴം ഒരു നല്ല ദിവസമാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മളുടെ നവഗ്രഹങ്ങളിൽ വ്യാഴം എന്ന് പറയുന്ന ഏറ്റവും ഗാംഭീര്യമുള്ളതും വലുതുമായ ഗ്രഹം നമുക്ക് എല്ലാം പ്രദാനം ചെയ്യുന്ന ഒരാളാണ്, എല്ലാം കൊടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് വ്യാഴാഴ്ച ഒരു ഐശ്വര്യമുള്ള ആഴ്ചയായി നമ്മൾ കണക്കാക്കുന്നു. വിഷ്ണു ഭഗവാനാണ് വ്യാഴത്തിൻ്റെ അധിപനായി നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ വ്യാഴാഴ്ച നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. മേടക്കൂറുകാരുടെ ഫലമാണ് ആദ്യമായി പരിശോധിക്കുന്നത്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികകാല്. ഈ കൂറുകാർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ വൈകുന്നേരത്തോടുകൂടി വളരെ പ്രതികൂലമായ ചില അനുഭവങ്ങൾ വന്നു ചേരാം. വളരെ അസ്വസ്ഥമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വൈകുന്നേരത്തോടു കൂടി എത്തുന്നതാണ്. എന്നാൽ ബിസിനസ്സുകാർക്കാണ് ഏറ്റവും അധികം മനപ്രയാസം ഉണ്ടാകുന്നത്. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക സഹായം ലഭിക്കാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമാണ്. കൂടെയുള്ളവരുമായി ചെറിയ കലഹങ്ങൾ വന്നു ഭവിക്കാനും സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യകാര്യത്തിൽ ഒന്നുകൂടി ശ്രദ്ധിക്കുക. കാല് വളരെ വീക്കായ ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് കാലിന് എന്തെങ്കിലും ആപത്തുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കണ്ണിൽ വെൽഡിങ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, ടെക്നീഷ്യന്മാർക്ക് കണ്ണിൽ പൊടി വീണോ അല്ലെങ്കിൽ തരികൾ വീണോ ഒക്കെ ആപത്തുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി അവനവൻ്റെ ജോലി ചെയ്യുക. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ രാശിഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് ഇന്ന് മധ്യാഹ്നം വരെ അത്ര സുഖകരമായൊരു ദിവസമായിരിക്കില്ല. മ്ലാനതയും അലസതയും സന്തോഷക്കുറവുമൊക്കെ അനുഭവപ്പെടാം. പ്രത്യേകിച്ച് സ്വന്തമായി തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കാണ് കൂടുതൽ പ്രയാസം അനുഭവപ്പെടുന്നത്. അതേപോലെ ടെക്നിക്കലായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ, വെൽഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് കണ്ണിൽ പൊടിയോ തരിയോ ഒക്കെ പോകാനും കണ്ണിന് പ്രശ്നം വരാനും ഒക്കെ സാധ്യത കാണുന്നു. വളരെ ശ്രദ്ധിക്കുക. അതേപോലെ വാഹനം ഓടിക്കുന്നവർക്ക് വാഹനത്തിന് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനും റിപ്പയറുകൾ വരാനും ഒക്കെ സാധ്യത കാണുന്നു. എന്നാൽ സാമ്പത്തികമായി അത്ര മോശപ്പെട്ട ഒരു ദിവസമായിരിക്കുകയില്ല. ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ കുറച്ച് വൈകിയാണെങ്കിലും നടക്കുന്നതായി കാണുന്നു. കേസ് വഴക്കുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു ദിവസമായി കാണുന്നു. വിദ്യാർത്ഥികൾക്കും എല്ലാ തൊഴിലുകാർക്കും ഇതുപോലെയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ഏതായാലും ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോകുക, തടസ്സങ്ങളെല്ലാം ഒഴിവാക്കുക. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരെ പരിശോധിക്കാം. അവരുടെ രാശിഫലം നോക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദമുക്കാല്. ഈ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കുമെന്ന് ഗുണാധിക്യമാണ് കാണുന്നത്. ഒരുപാട് സമ്മാനങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. സാമ്പത്തികമായി മെച്ചപ്പെട്ട ദിവസമാണ്. യാത്രകൾ പ്ലാൻ ചെയ്യാനും അതേപോലെ ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും അനുകൂലമായ ഒരു ദിവസമാണ് ഇന്ന്. ആഹാര പദാർത്ഥങ്ങളിൽ താല്പര്യമുള്ളവർ പുറത്തുനിന്ന് കഴിക്കുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വയറിന് ചില അസുഖങ്ങൾ, ഉദരരോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. അതേപോലെ ഉച്ചയ്ക്ക് ശേഷം ഉത്സാഹം നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രാഷ്ട്രീയക്കാർക്കും
എല്ലാവർക്കും നല്ല ദിവസമായിരിക്കും. കലാകാരന്മാർക്ക് മൗഢ്യമുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. വളരെ വൈകിയായിരിക്കും അവർക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് വളരെ അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ അമിതമായ സംസാരം മൂലം ചില പ്രശ്നങ്ങൾ വീട്ടിൽ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് കുടുംബാന്തരീക്ഷം വളരെ ശാന്തമായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ബന്ധുസമാഗമത്തിനും കമിതാക്കളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനുമൊക്കെ ഇന്ന് നല്ലൊരു ദിവസമായിരിക്കും. ഈശ്വരാധീനം വളരെയുള്ള ഈ ദിവസം വളരെ പ്രാർത്ഥനയോടുകൂടി തുടങ്ങിയാൽ കാര്യതടസ്സങ്ങൾ ഒഴിവായി കിട്ടുന്നതാണ്. രാഷ്ട്രീയക്കാർക്ക് ഈ ദിവസം അത്ര അനുകൂലമല്ല. എന്നാൽ ബിസിനസ്സുകാർക്ക് താരതമ്യേന മെച്ചപ്പെട്ട വരുമാനം കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല് എന്നീ നക്ഷത്രങ്ങൾ. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും ഇന്ന്. ബിസിനസ്സുകാർക്ക് വളരെ നിരാശ ഉണ്ടാകുന്നൊരു ദിവസമാണ്. എന്നാൽ വൈകുന്നേരത്തോടു കൂടി അതെല്ലാം പരിഹരിക്കപ്പെടുന്നതാണ്. ധനനഷ്ടമോ അല്ലെങ്കിൽ വഞ്ചനയിലോ ഒക്കെ പെടാൻ സാധ്യതയുണ്ട്. തസ്കര ഭയം കാണുന്നു. അതേപോലെ റോഡ് മുറിച്ചു കടക്കുമ്പോൾ ശ്രദ്ധിക്കുക. അശ്രദ്ധ മൂലം ചില അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ വിവാഹാദി കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായൊരു ഫലം കിട്ടുന്നതാണ്. ഗ്രഹം, വാഹനം ഒക്കെ വാങ്ങാനും വിൽക്കാനുമൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്തരം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ IT ഫീൽഡിലുള്ളവർക്ക് ചില സംഘർഷങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും വർദ്ധിക്കാനിടയുണ്ട്. വൈകുന്നേരത്തോടു കൂടി ശാന്തമാകുന്നതാണ്. സിനിമാ ഫീൽഡിൽ അല്ലെങ്കിൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഒരു മൗഢ്യം, ഒരു മ്ലാനതയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ പോലീസ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്ക്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇന്ന് അനുകൂലമായ ദിവസമാണ്. ബിസിനസ്സുകാർക്ക് ധനനഷ്ടം വന്നേക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് വൈകുന്നേരത്തോടു കൂടി വീണ്ടെടുക്കാനും സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കും മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും എല്ലാം ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. ഗുണാധിക്യമായിരിക്കും. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോയാൽ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാകുന്നതാണ്. അടുത്തതായി നമുക്ക് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പരിശോധിക്കാം, അല്ലെങ്കിൽ രാശിഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ ഇടപെടുന്നവർക്ക് ഇന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന ദിവസമാണ്. ഊഹക്കച്ചവടങ്ങൾ, ഷെയർ മാർക്കറ്റ് ഒക്കെ ഇന്ന് അനുകൂലമായി കാണുന്നു. അതേപോലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാഫലം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ റിസൾട്ട് ലഭിക്കുന്നതാണ്. ശാരീരികമായ ചില ക്ലേശങ്ങൾ ഉണ്ടെങ്കിൽ പോലും ബാക്കി കാര്യങ്ങളിലെല്ലാം അനുകൂലമായൊരു ദിവസമായിരിക്കും ഇത്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അല്ലെങ്കിൽ വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ സാഹചര്യം വന്നു ചേരുന്നതാണ്. ഫണ്ടുകൾ ആവശ്യപ്പെടുന്ന സിനിമാ രംഗത്തുള്ളവർക്ക് അത് വന്നു ചേരാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ടം. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ഒരുപാട് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും വൈകുന്നേരത്തോടുകൂടി ചില മ്ലാനതയോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നു ചേരാം. ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാനക്കുറവിന് സാധ്യതയുണ്ട്. അതൊഴിവാക്കാനായി വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. മുൻപോട്ട് പോകാനുള്ള ത്വര ഉണ്ടാക്കിയെടുക്കുക. വീട്ടുകാരെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് ഇന്നത്തെ ദിവസം ശുഭകരമാക്കുക. അടുത്തായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. പല പ്രശ്നങ്ങളും ഒത്തുതീർപ്പിലെത്തുന്ന ഒരു ദിവസമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. അധ്യാപകർക്കും വളരെ നേട്ടങ്ങളുണ്ടാകുന്ന ഒരു ദിവസമാണ്. എന്നാൽ ഏതെങ്കിലും ദുസ്വഭാവങ്ങൾ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇന്ന്
വലിയ അത്യാപത്തിനുള്ള ഒരു ദിവസമാണ്. വളരെ ശ്രദ്ധിക്കുക, അത് നമുക്ക് ഒഴിവാക്കാവുന്നതായുള്ളൂ. അതുകൊണ്ട് ദുശീലങ്ങളിൽ നിന്ന് മാറി നിന്നാൽ സന്തോഷവും സമാധാനവും ആരോഗ്യവും ഒക്കെ ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്കും അതേപോലെ ബിസിനസ്സുകാർക്കുമൊക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മകരക്കൂറിലെ രാശിവിശേഷങ്ങൾ നോക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തര. ഈ നക്ഷത്രക്കാർക്ക്, ഈ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ ദിവസം. ഗുണാധിക്യമാണ് കാണുന്നത്, എങ്കിലും ചില വൈഷമ്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. വാക്കുകൾ വളരെ നിയന്ത്രിച്ച് ഉപയോഗിക്കേണ്ടതാണ്. ഊഹക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭം കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. സന്തോഷകരമായ ചില വാർത്തകൾ വൈകുന്നേരങ്ങളിൽ വന്ന് ചേരാനായി സാധ്യതയുണ്ട്. സന്താനങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠ അനാവശ്യമാണ്. വേറെ ദോഷങ്ങളൊന്നും അവർക്ക് വന്ന് ഭവിക്കുകയില്ല. വാഹനങ്ങൾ വിൽക്കാനും വാങ്ങാനുമുള്ള ഒരു നല്ല ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി കുംഭക്കൂറിലേക്ക് ശ്രദ്ധിക്കുക. കുംഭക്കൂറുകാർക്ക് ഈ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തരയും ചതയം, പൂരിട്ടാതി, മുക്കാലും. കുംഭക്കൂറുകാർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ദൂരയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക്, പുതിയ തൊഴിൽ തുടങ്ങുവാൻ ആരംഭിക്കുന്നവർക്ക് ഒക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കും. സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്ന ദിവസമാണ്. സാമ്പത്തിക ക്ലേശങ്ങൾ അകലുന്ന ദിവസമാണ്. രോഗാദി ദുരിതങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. ബന്ധുജനാദികൾക്ക് ചില കഷ്ടതകളൊക്കെ ദുഃഖങ്ങളൊക്കെ വരുന്നത് കാണുന്നു. അത് വളരെ സമചിത്തതയോടുകൂടി നേരിടാൻ ശ്രമിക്കുക. മനസ്സിനെ സന്തോഷകരമാക്കി വയ്ക്കുക. രാഷ്ട്രീയക്കാർക്കും അതേപോലെ സിനിമാ ലോകത്ത് അല്ലെങ്കിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായൊരു സമയമായി കാണുന്നു. അടുത്തതായി മീനം രാശി നോക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് ഈ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. എന്നാൽ അനാവശ്യമായ ചില സ്ട്രെസ്സും അതേപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ കൊണ്ട് ചില കഷ്ടനഷ്ടങ്ങളും മനക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകാം. എന്നാൽ വൈകുന്നേരത്തോടു കൂടി ഇതെല്ലാം തീരുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ചില ആരോഗ്യ പ്രശ്നങ്ങളും കാണുന്നുണ്ട്. ഗ്രഹം വാങ്ങാനോ മോടി പിടിപ്പിക്കാനോ വാഹനം വാങ്ങാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമയമായി കാണുന്നു. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. ഇന്ന് വളരെ നല്ല ഒരു ദിവസമായി കാണുന്നുണ്ട്. ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്യാവുന്നതേ ഉള്ളൂ. ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ രാശിഫലം. ഇന്നത്തെ രാശിഫലം ഇവിടെ അവസാനിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഈശ്വരൻ കൂടെ ഉണ്ടാകട്ടെ, ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.